അങ്ങനെ ചാച്ചു വിളിച്ചിട്ട് ഗിരിയോട് പറയുകയാണ്, സഞ്ജയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ഒരുങ്ങുന്നുണ്ട്. സഞ്ജയുടെ പേരാണ് അവർ പറഞ്ഞിരിക്കുന്നത്, മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട്, അവനെ കുടുക്കിയതാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗിരി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഇപ്പോൾ സഞ്ജയ് എന്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവനോട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഗോപാൽജിയെ വിളിച്ച് അറിയിച്ച കാര്യങ്ങൾ ഗോപാൽജി എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗിരിയോട് ചാച്ചു പറയുകയാണ്, നിന്നെ വിളിച്ച് അറിയിക്കാനാണ് പറഞ്ഞത്, എല്ലാം വേണ്ടതുപോലെ നീ നോക്കിക്കോളുമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ഈ വിവരം മുകുന്ദനോടും അവിടെ മഹിമയുള്ളതുകൊണ്ട് മഹിമയും അറിയുകയാണ്. അപ്പോൾ മുകുന്ദനോട് പറയുകയാണ്, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, അവൻ്റെ വണ്ടിയിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചു, പോലീസുകാർക്ക് അവനോടുള്ള ദേഷ്യവും പകയൊന്നും ഇതുവരെയും മാറിയിട്ടില്ല, അവനെ കുടുക്കിയതാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുകുന്ദനെ കേൾക്കുമ്പോൾ മുകുന്ദനൊന്നും പറയുന്നില്ല, മുകുന്ദനെ മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ചെയ്യുന്നവനാണ് അവനെന്നുള്ള രീതിയിൽ മുകുന്ദൻ നിന്ന് കേൾക്കുകയാണ്. ഗിരി പറയുകയാണ് മുകുന്ദനോട്, നിനക്ക് ഒരു നല്ല ജോലി ഞാൻ തരാം, നിനക്ക് നല്ലൊരു കേസില്ലാത്തതല്ലേ പ്രശ്നം, നിനക്ക് ഞാൻ ഈ കേസ് തരാം, നീ സഞ്ജയ്ക്ക് വേണ്ടി മുൻകൂർ ജാമ്യം എടുക്ക്, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗോപാൽജി നിന്നെ അവിടുത്തെ ലീഗൽ അഡ്വക്കേറ്റ് ആക്കിക്കോളും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ മഹിമയും കേട്ട് നിൽക്കുന്നുണ്ട്. അതിന് മറുപടി മുകുന്ദൻ പറയുന്നത്, എനിക്ക് അങ്ങനെ ഒരു ലീഗൽ അഡ്വക്കേറ്റൊന്നും ആവണ്ട, എനിക്ക് ഈ ഉള്ള ജോലിയൊക്കെ മതി, സഞ്ജയ് പോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കാനോ ഒന്നിനും വരാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഗിരി പറയുന്നത്, നീ എന്താ അങ്ങനെ പറഞ്ഞത്, അവൻ അങ്ങനെ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനതല്ല, അതിനപ്പുറവും ചെയ്യുന്നവനാണ്, അതെനിക്കും അറിയാം, നിനക്കും ഏകദേശം അറിയാം, പക്ഷെ നീ ഗോപാൽജിയുടെ മകനായതുകൊണ്ട് മാത്രം നീ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗിരി പറയുന്നത്, എന്താ ഞാൻ വേറെ വഴി നോക്കിക്കോളാം, വേറെ കമ്പനി വക്കീലിനെ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. മഹിമയാണെങ്കിൽ മുകുന്ദൻ്റെ കൈ കൊടുത്തിട്ട് കൈ ഇങ്ങനെ തന്നെ വേണം, ഞാൻ ആകെ ഞെട്ടിപ്പോയി, മാസ് ഡയലോഗായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുകുന്ദൻ പറയുന്നത്, മാസ് ഡയലോഗൊന്നുമല്ല, എനിക്ക് ഒരു കേസ് ഏറ്റെടുക്കുമ്പോൾ ആ പ്രതിക്ക് വേണ്ടി കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റണം, എനിക്ക് സഞ്ജയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ അതിന് യോജിക്കാതിരുന്നത്, അല്ലാതെ വേറൊന്നുമല്ല, എനിക്കതിന് വലിയൊരു ചാൻസ് ആയിരുന്നു, അവരുടെ ലീഗൽ അഡ്വക്കേറ്റ് ആവാനുള്ള ചാൻസാണ് ഞാൻ നഷ്ടമാക്കിയത്, അതിനെക്കുറിച്ച് ഞാൻ ഭാവിയിൽ ചിലപ്പോൾ കരയുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ശേഷം സഞ്ജയെ സ്വപ്ന വന്നിട്ട് പിക്ക് ചെയ്യാനായിട്ട് കൂട്ടുകാരിയുടെ വണ്ടിയും കൊണ്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ഒരു റിസോർട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി രക്ഷപ്പെടാമെന്നൊക്കെ പറയുമ്പോഴേക്കും ഇവൻ ഇതിൻ്റെ ഇടയിൽ കൂടി പുട്ടുവച്ചറ നടത്താൻ പോവുകയാണോ എന്നൊക്കെ സ്വപ്നം മനസ്സിലോചിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ എന്തിനാ ഇത്ര അത്യാവശ്യമായിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കിവിടെ വലിയ പ്രശ്നമാണ്, പോലീസുകാർ എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ്, മയക്കുമരുന്ന് കേസാണെന്നൊക്കെ പറയുമ്പോൾ സ്വപ്നം മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവനിപ്പോൾ മയക്കുമരുന്ന് കഴിക്കുന്ന ആളാണോ, അതും യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ദൈവമേ ഇവനെ ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഗതി എന്താവും, എന്തെങ്കിലും ആവട്ടെ, എന്ത് ബിസിനസ് നടത്തിയാലും പൈസ തന്നെയല്ലേ കിട്ടുന്നത്, ഇവൻ്റെ സ്വഭാവം അനുസരിച്ച് ഇവൻ എത്രയും പെട്ടെന്ന് പോലീസ് കൊണ്ടുപോകും, ഇവൻ കേസുമായിട്ട് ജയിലിൽ കിടക്കുമ്പോൾ എനിക്കെന്താ പ്രശ്നം, എനിക്ക് കോടീശ്വരിയായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ മനസ്സിലോർക്കുകയാണ്. എൻ്റെ സ്വപ്ന സഞ്ജയെ ആ റിസോർട്ടിലേക്ക് വിടുകയാണ്, ഞാൻ വീട്ടിൽ നിന്ന് എല്ലാം വീക്ഷിച്ചോളാം, മഞ്ജുവിൻ്റെ നീക്കമെല്ലാം അപ്പം തന്നെ വിളിച്ചറിയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഗിരി ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്, നിങ്ങൾക്കെല്ലാം സഞ്ജയിനോട് ഇപ്പോഴും ഇത്ര ദേഷ്യം എന്താണ്, അങ്ങനെ കള്ളക്കേസിൽ കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുമ്പോൾ, കള്ളക്കേസൊന്നുമല്ല, നിൻ്റെ ഭാര്യ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും കൂടിയാണ് തെളിവ് സഹിതമാണ് പിടികൂടിയത്, അതുകൊണ്ട് ഇത് കള്ളക്കേസൊന്നുമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഡാനിയൽ സാറും പറയുന്നു, ഞങ്ങളെല്ലാം ആ വണ്ടി വിട്ട് കളയാൻ പോയതാണ്, നിൻ്റെ ഭാര്യ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ചെക്ക് ചെയ്തതും അതിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുത്തതും, നമുക്ക് സംശയമുണ്ടെങ്കിൽ അവളോട് പോയി ചോദിക്കുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ട് ദേഷ്യപ്പെട്ട് ഗിരി അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അരവിന്ദാക്ഷൻ സാറും എല്ലാം വല്ല ആവശ്യമുണ്ടായോ, എന്തിനാ വെറുതെ അവൾക്ക് പ്രശ്നമുണ്ടാക്കിയെന്നൊക്കെയുള്ള രീതിയിൽ അയാളോട് സംസാരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് വന്നിട്ട് വീട്ടിലെത്തിയിട്ട് നമ്മുടെ മഞ്ജുവിനെ വിളിച്ചിട്ട്, നീ എന്തുദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ പോലീസുകാർക്ക് അവനോട് എന്തത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തറിഞ്ഞിട്ടാണ് ഗിരിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, സത്യമാണ്, ഞാൻ നേരിട്ട് തന്നെയാണ് ആ മയക്കുമരുന്ന് പിടികൂടിയത്, സഞ്ജയ് അതിൽ പ്രതി തന്നെയാണെന്നൊക്കെ പറയുകയാണ്. എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് എങ്ങനെയാണ് രക്ഷിക്കാനുള്ളതെന്ന് അറിയാം, എല്ലാവരോടും ചേർന്ന് ചതിച്ചിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ അമ്മയെ വരുന്ന എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പറയുകയാണ്, നിനക്ക് സഞ്ജയെ കല്യാണം കഴിക്കാൻ പറ്റത്തിൻ്റെ ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കഥയുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും ദേഷ്യമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ, അതിനേക്കാൾ നല്ലൊരു ഭർത്താവിനെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. സ്വപ്ന സഞ്ജയ് വിളിക്കുകയാണ്, വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാണ്, ഗിരിയേട്ടൻ കൂടെയുണ്ട്, സപ്പോർട്ടിനായിട്ടുണ്ട്, ധൈര്യമായിട്ട് ഇരിക്കുന്നതൊക്കെ പറയുകയാണ്. അതിനുശേഷം മഞ്ജുവും ഗിരിയും തമ്മിലുള്ള വഴക്ക് കൂടുതൽ മുറുകാനായിട്ട് കാത്തിരിക്കുന്ന അമ്മയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.